അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബീഫ് പെപ്പർ റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നത്. 1.5 കിലോ ബീഫുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടണേ, പച്ചമുളക് ഇടണം. അതിന് ശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക്, ഗരം മസാല, ലൈം ജ്യൂസ്, ഇത്രയും ഇടാം. ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, വേണമെന്ന് ഇല്ല. ഇത് വേവുമ്പം ബീഫ് നന്നായിട്ട് വെന്ത് കുറുകി അതിൻ്റെ ബീഫിലെ വെള്ളമെല്ലാം ഇറങ്ങിക്കോളും കേട്ടോ. പിന്നെ ഞാനൊരു ഇച്ചിരി ഒഴിച്ച് ഒരു 2 സ്പൂണോളം അത്രേ ഉള്ളൂ. അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വെച്ചത്. പിന്നെ പാൻ അടുപ്പേ വയ്ക്കുക. അതിലോട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടണം. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ഉപ്പിടണം. ഒരു ചെറിയ ഇച്ചിരി ഉപ്പിട്ടാൽ ആദ്യം. മറ്റേതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി എത്ര വേണേലും ഇടാം. കൊച്ചുള്ളി ഇടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പം ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് മറക്കണ്ട. പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം. വഴറ്റി ഇതൊരു ഗോത് വരെയും വഴറ്റണം. അപ്പം അതിലോട്ട് ഇച്ചിരി ഗരം മസാല പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം. വഴറ്റി ഇത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ എല്ലാം പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആഹാ, നമ്മുടെ ബീഫ് ദേ ഇവിടെ നല്ല വെന്ത് കുറുകി കണ്ട സൂപ്പർ, കണ്ടിട്ട് തന്നെ അടിപൊളി. പിന്നെ വായിൽ വെള്ളം ഊറുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി. നമ്മൾ മസാല കൂട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയിലോട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ മതി. റോസ്റ്റല്ലേ, അപ്പോൾ അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, റോസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഈ രീതിയിലാണ് എടുത്തത്. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ വേവണം കേട്ടോ ബീഫ് വേവുന്ന ഓരോ ബീഫിനും ഓരോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. കുക്കറിൻ്റെ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ പൊറോട്ട, പത്തിരി, ചോറ്, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും പൊളി ടേസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കാണണം, കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഫാസ്റ്റ് ബേക്സ് ഫാൻ വ്ളോഗിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ അപ്പോൾ ഓക്കെ, താങ്ക് യു.